നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിലെ ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രവർത്തകരും പൊതുമരാമത്ത് അധികൃതരും തമ്മിൽ തർക്കവും സംഘർഷവും. ഹനുമാൻ പ്രതിഷ്ഠ നിലനിൽക്കുന്ന ഇടമാണെന്നും പ്രതിഷ്ഠ സംരക്ഷിച്ച് മാറ്റിവെക്കാതെ സെന്ററിലെ മരവും ആൽത്തറയും നീക്കാൻ അനുവദിക്കില്ലെന്നും ബിജെപി. പോലീസ് 5 പേരെ കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം വിപുലമായി ആഘോഷിച്ച് നാട്. വിവിധയിടങ്ങളിൽ നടന്നത് വർണ്ണാഭമായ ശിശുദിന ആഘോഷ പരിപാടികൾ. സിസിടിവിയിൽ ശിശുദിന വാർത്തകൾ വായിച്ചത് വിദ്യാർത്ഥി പ്രതിനിധികൾ. വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ ഒരുമനയൂരിലെ കുടുംബങ്ങളെ ബിജെപി നേതാക്കൾ സന്ദർശിച്ചു. നോട്ടീസ് സംബന്ധിച്ച നിയമപരമായ കാര്യങ്ങളിൽ പിന്തുണ നൽകുമെന്ന് ബിജെപി. വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം നൽകുന്ന പാചക തൊഴിലാളികളുടെ തുച്ഛമായ വേതനത്തിനും സർക്കാർ കടം പറയുന്നു. 2 മാസമായി ഇവർക്ക് വേതനം ലഭിച്ചിട്ടില്ല. പണിയെടുത്ത പണം കിട്ടാൻ സമരം ചെയ്യണമെന്ന ഗതികേടിൽ തൊഴിലാളികൾ. സിസിടിവി സ്പെഷ്യൽ സ്റ്റോറി. വാർത്തകൾ വിശദമായി. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിലെ ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രവർത്തകരും പൊതുമരാമത്ത് അധികൃതരും തമ്മിൽ തർക്കവും സംഘർഷവും. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി 5 പേരെ കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നവീകരണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിലെ ആൽമരം മുറിച്ചു നീക്കാൻ മുൻപ് ശ്രമമുണ്ടായപ്പോഴും ബിജെപി പരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ തടയുകയും നാമജപ പ്രതിഷേധവും നടത്തിയിരുന്നു. രാവിലെ വീണ്ടും പൊതുമരാമത്ത് അധികൃതരെത്തി മരം മുറിക്കുന്നതിന്റെ ആദ്യപടിയായി ചില്ലകൾ വെട്ടിമാറ്റി തുടങ്ങി. ഇതോടെയാണ് ബിജെപി പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. ഹനുമാൻ പ്രതിഷ്ഠ നിലനിൽക്കുന്ന ഇടമാണെന്നും പ്രതിഷ്ഠ സംരക്ഷിച്ച് മാറ്റിവെക്കാതെ മരവും ആൽത്തറയും നീക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. ഇതോടെ എരുമപ്പെട്ടി SI മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടന്നെങ്കിലും ബലമില്ലാതായതോടെ 5 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ പോലീസുമായി രൂക്ഷമായ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ബിജെപി കടങ്ങോട് പഞ്ചായത്ത് മെമ്പർമാരായ ധനീഷ്, അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സിസിടിവി ന്യൂസ്, വേലൂർ. നവംബർ 14 ശിശുദിനം. കുട്ടികൾ ഏറെ ഇഷ്ടത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രശില്പികളെന്ന് ഉറച്ചു വിശ്വസിച്ച ഭരണാധികാരിയായിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ നല്ല ഭാവി സ്വപ്നം കണ്ടിരുന്നത് കുട്ടികളിലായിരുന്നു. കുട്ടികളുടെ ഈ ദിനത്തിൽ സിസിടിവിയിൽ ശിശുദിന വാർത്തകൾ വായിക്കുന്നത് വിദ്യാർത്ഥി പ്രതിനിധികളാണ്. വിവിധ വായനാ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളാണ് ഈ ദിനത്തിൽ വാർത്താ അവതാരകരായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ശിശുദിന വാർത്തകളിലേക്ക്. നമസ്കാരം, ഞാൻ മെർലിൻ ടോണി. പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വാർത്തയിലേക്ക്. നാടെങ്ങും ശിശുദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ശിശുദിനാഘോഷം നടന്നു. വിശദാംശങ്ങളിലേക്ക്. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിൽ കുട്ടിക്കൂട്ടങ്ങൾ ചാച്ചാജിയായാണ് സ്കൂളിലെത്തിയത്. പനിനീർപ്പൂക്കളും ബലൂണുകളും നൽകി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു. ശിശുദിന റാലിയും കലാപരിപാടികളും ഉണ്ടായി. ശിശുദിന ആശംസാ കാർഡുകളും ബാഡ്ജുകളും ഒരുക്കിയിരുന്നു. പായസ വിതരണവും നടന്നു. പ്രധാന അധ്യാപകൻ G. ജോർജ്, അധ്യാപകരായ ഫെമി വർഗീസ്, KTCC, സരുൺ K. സൈമൺ എന്നിവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടിക്കുപ്പായം ഫെയിം താരം ഫർമീസ് ചങ്ങരക്കുളം ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചാച്ചാജിയുടെ വേഷമിട്ടാണ് കുട്ടികൾ സ്കൂളിലെത്തിയത്. മധുരവിതരണവും ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പൽ PM ഹംസ, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, PTA പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി. കടങ്ങോട് പഞ്ചായത്ത് 13ാം വാർഡിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. അംഗൻവാടി ടീച്ചർ രമണി സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ KR സിമി ഉദ്ഘാടനം ചെയ്തു. ALMSC കമ്മിറ്റി അംഗങ്ങളായ TK സുനിൽകുമാർ, ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ ചെറുതുരുത്തി 47ാം നമ്പർ അംഗൻവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു. പഞ്ചായത്ത് വാർഡ് മെമ്പർ ബിന്ദു മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി പ്രവർത്തക ഷീല ചാക്കോ,
സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ റാലിയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. മധുരപലഹാര വിതരണവും ഉണ്ടായി. പ്രകൃതി സംരക്ഷണ സംഘം കേരളവും ഞാലിക്കര ഓയിറ്റ് പബ്ലിക് സ്കൂളും സംയുക്തമായി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ഫോർമർ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് കരിമ്പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിന് പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എൻ അധ്യക്ഷത വഹിച്ചു. ഓയിറ്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ സ്വാഗതം പറഞ്ഞു. വിനോദ് മുളങ്ങുന്നത്തുകാവ്, ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, കുന്നംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവർ മുഖ്യാതിഥികളായി. രാജു NR, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MP ജോഷി, നാരായണൻ M, അനു നായർ തുടങ്ങിയവർ സംസാരിച്ചു. ബീന ടീച്ചർ നന്ദി പറഞ്ഞു. ശിശുദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെയും ചിത്രരചനയിലെയും വിജയികളായവർക്ക് മൊമന്റോയും വൃക്ഷത്തൈയും സമ്മാനമായി നൽകി. ഓർമ്മമരം ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSC അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം എക്സൈസ് ഓഫീസർ ശ്രീരാഗിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നെഹ്റുവിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി സമൂഹ നന്മയ്ക്ക് ഉപയോഗിക്കണമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കെസിയ മറിയം ശിശുദിന സന്ദേശമായി നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് 17-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന മരത്തംകോട് 118-ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ശിശുദിനാഘോഷങ്ങൾ ചൊവ്വന്നൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ KK മണി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TP ലോറൻസ്, ICDS സൂപ്പർവൈസർ ലീജ, മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന, NSS കോർഡിനേറ്റർ ഡോക്ടർ വിനീത, കടങ്ങോട് CDS വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൾ വഹാബ്, മരത്തംകോട് സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ്, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ 6 വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച ചാച്ചാജിയുടെ ജുബ്ബയും തൊപ്പിയും റോസാപ്പൂക്കളുമാണ് കുട്ടികൾ അംഗൻവാടിയിലെ കുട്ടികൾക്കായി നൽകിയത്. NSS വിദ്യാർത്ഥികളും അംഗൻവാടി കുഞ്ഞുങ്ങളോടൊപ്പം റാലിയിൽ പങ്കെടുത്തു. പായസ വിതരണവും ഉണ്ടായി. കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും നൽകി. എടക്കഴിയൂർ SSMVHS സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ശിശുദിനത്തോടനുബന്ധിച്ച് ഹെഡ്മാസ്റ്റർ ജോഷി ജോർജിന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. കവിതയിലൂടെയും കഥകളിലൂടെയും പ്രതിഭ തെളിയിച്ച സ്കൂളിലെ ബാലപ്രതിഭ അബ്ദുൾ ഹാദി VSന് സ്കൂളിലെ SPC ബാലപ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു. ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രീതിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് 13-ാം വാർഡ് 61-ാം നമ്പർ അംഗൻവാടിയിലെത്തിയ SPC കേഡറ്റുകൾ അംഗൻവാടി കുട്ടികൾക്ക് കളറിംഗും കഥാപുസ്തകങ്ങളും മധുരവും നൽകി. കലാപരിപാടികളും നടത്തി. പുന്നയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ AC ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ PK സിറാജുദ്ദീൻ, PM ഷാജിന, അംഗൻവാടി ടീച്ചർ തങ്കമണി, ആശാവർക്കർമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ OSAയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരവും പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. OSA പ്രസിഡന്റ് PK രാജന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനീതി അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ ജൂഡോ മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ആശിഷ് നഹയെയും സംസ്ഥാന തലത്തിൽ വെങ്കല മെഡൽ നേടിയ നൈനിക PS-നെയും ആദരിച്ചു. സെക്രട്ടറി NK സുലൈമാൻ, സ്മിനേഷ് പണിക്കർ, ഷീന ടീച്ചർ, TV ശശി, AS അബൂബക്കർ എന്നിവർ സംസാരിച്ചു. കേച്ചേരി അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സുപ്രിയ സുബ്രഹ്മണ്യൻ ശിശുദിന സന്ദേശം നൽകി. അർത്ഥവത്തായ വരികളിലൂടെ ശിശുദിന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് തിലോത്തമ ടീച്ചർ ഗാനം ആലപിച്ചു. KG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. റാലിയും സംഘടിപ്പിച്ചിരുന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് കളറിംഗ് മത്സരം, ചിത്രരചനാ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. മധുരവിതരണവും ഉണ്ടായി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ 24, 27, 28 അംഗൻവാടികളിൽ റാലി സംഘടിപ്പിച്ചു. കുട്ടികൾ നെഹ്റുവിന്റെ വേഷമണിഞ്ഞാണ് റാലിയിൽ പങ്കെടുത്തത്. കടപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, അംഗൻവാടി ടീച്ചർ ഗിരിജ, ഹെൽപ്പർമാരായ ഗീത, ജയ, ALMSC അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ ഡെന്റൽ സർജൻ CDH ഡോക്ടർ ബിൻസി ബോബൻ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദന്തസംരക്ഷണം കുട്ടികളിൽ എന്ന വിഷയത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക അതീതാമൃത ചൈതന്യ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി. ഡോക്ടർ അസാം മുഹമ്മദ്, ഡോക്ടർ ജോജി ജോർജ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ GUP സ്കൂളിലെ പ്രീ പ്രൈമറി തലത്തിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു. ചാച്ചാജിയുടെ വസ്ത്രമണിഞ്ഞ കുട്ടികളും ബാൻഡ് വാദ്യങ്ങളും റാലിക്ക് അകമ്പടിയായി. ആഘോഷ പരിപാടികൾ വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P രഘു, മദർ PTA പ്രസിഡന്റ് KS സുജ, അധ്യാപകരായ PK ബിന്ദു, PD സന്ധ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ബ്ലോക്ക് കോൺഗ്രസ് ഭവനിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MB സുധീർ, അനീഷ് പാലയൂർ, HM നൌഫൽ, വിജയകുമാർ അകമ്പടി, നൌഷാദ് കൊട്ടിലിങ്ങൽ, KJ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നെഹ്റു നഗറിൽ ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ശിശുദിന റാലി നടത്തി. വെള്ള വസ്ത്രവും തൊപ്പിയും റോസാപ്പൂവും അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരുന്നത്. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ, ഗിൽബർട്ട് S പാറമേൽ, ചൈതന്യയിലെ അധ്യാപകർ, അനധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുന്നംകുളം CMSPG സ്കൂളിൽ ശിശുദിന റാലി നടത്തി. നെഹ്റു തൊപ്പിയും വെള്ള വസ്ത്രവും അണിഞ്ഞെത്തിയ കുരുന്നുകൾ റാലിക്ക് ശോഭ പകർന്നു. ചിത്രശലഭമായും ഭാരതാംബയായുമൊക്കെ കുരുന്നുകൾ വേഷം ധരിച്ചെത്തി. പ്രധാന അധ്യാപിക ഷീജ P രാഘവൻ കുട്ടികൾക്ക് ശിശുദിനാശംസകൾ നേർന്നു. സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. അധ്യാപകരായ ജിത ജെയിംസ്, ഫെമി K പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പൽ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. YMCA സെന്ററിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. KV മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജനാർദ്ദനൻ അതിയാരത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CG നായർ, സോണി സക്കറിയ, ശശിധരൻ കണ്ടമ്പുള്ളി, ധന്യ മണികണ്ഠൻ, ഉമാ ശശിധരൻ, ലക്ഷ്മി പനൂക്കിൽ, സന്ധ്യ, ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. നെഹ്റുവിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. കുന്നംകുളം ചിരളയം അക്ഷയ അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിന റാലി നടത്തി. അംഗൻവാടി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. നഗരസഭാ കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, റിനോയ് വർഗീസ്, NM കൃഷ്ണൻകുട്ടി, ശ്രീജ കുമാരി, മിനി വർഗീസ്, സുനി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ 20-ാം വാർഡ് ആശീർവാദ് അംഗൻവാടിയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ മിനി മോൺസി, മുൻ കൌൺസിലർ CK ബാബു, വാർഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, അംഗൻവാടി ടീച്ചർ പ്രിയ, ഹെൽപ്പർ സിന്ധു എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ചാച്ചാജിയുടെ വേഷം ധരിച്ച വിദ്യാർത്ഥികൾ റാലി നടത്തി. പൂർവ്വ വിദ്യാർത്ഥിനിയായ കെസിയ മറിയം ജോസഫ് കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി. മധുര വിതരണവുമുണ്ടായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSC അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീനിവാസ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OSC ആശംസ അർപ്പിച്ച് സംസാരിച്ചു. LP കോർഡിനേറ്റർ ബിന്ദു CI പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ ലീഡർ ഫവാസ് കബീർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ നന്ദകിഷോർ എന്നിവർ സംസാരിച്ചു. കുറുക്കൻപാറ സെന്ററിൽ ഉമ്മൻചാണ്ടി ചാരിറ്റി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മിഠായി വിതരണവും നടന്നു. സംഘടനാ ജോയിന്റ് സെക്രട്ടറി CK സുരേഷ്, പ്രസിഡന്റ് സെസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ജോയിന്റ് സെക്രട്ടറി AC സൈമൺ മുഖ്യപ്രഭാഷണം നടത്തി. AP ബെന്നി, നസീർ വട്ടമ്പാടം, NR രാജൻ, വിക്ടർ, ജോസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ എടക്കര KC പോക്കർ ഹാജി മെമ്മോറിയൽ ALP സ്കൂളിൽ ശിശുദിന റാലി നടത്തി. ഇതിന്റെ ഭാഗമായി കുട്ടികൾ തൊപ്പി നിർമ്മാണം, ബോധവൽക്കരണം തുടങ്ങി വിവിധ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന റാലിയും ഉണ്ടായിരുന്നു. ഹെഡ്മിസ്ട്രസ് TL ഷിജി നേതൃത്വം നൽകി. വാഗ 7-ാം വാർഡിലെ അമൃത അങ്കണവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. ലളിത PK സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ രാജി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ ഷീന രത്നാകരൻ, ALMSC അംഗം അമൃത വിനേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. മധുര വിതരണവുമുണ്ടായി. കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. പ്രവർത്തക റീന ഫ്രാൻസിസ് നന്ദി പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളാണ് ഇന്ത്യയെ പുരോഗതിയിലേക്ക് വഴി നടത്തിയതെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നെഹ്റുവിന്റെ 135-ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി V വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, AM മൊയ്തീൻ, അപ്പു ആളൂർ, RM ബഷീർ, ഷാജു തരകൻ, പ്രസാദ് വാഗ എന്നിവർ സംസാരിച്ചു. നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് മധുര വിതരണവും നടന്നു. വാഗ മാലതി UP സ്കൂളിൽ ശിശുദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. പരിപാടികൾ മദർ PTA പ്രസിഡന്റ് ബുഷറ ജമാൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ഷീജ KP അധ്യക്ഷയായിരുന്നു. മിനി ടീച്ചറുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിദ്യാലയ പരിസരത്ത് പ്ലക്കാർഡ്സ്, പോസ്റ്ററുകളും ചാർട്ടുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ റാലിയും സംഘടിപ്പിച്ചു. കൂടാതെ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടികളുടെ ഫാഷൻ ഷോയും സംഘടിപ്പിച്ചു. പാഴ്വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മെസ്മിൻ ടീച്ചർ വിശദീകരിച്ചു.
ഷംന ടീച്ചർ സ്വാഗതവും വിജി ടീച്ചർ നന്ദിയും പറഞ്ഞു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ ശിശുദിന റാലി നടത്തി. നെഹ്റു വേഷം ധരിച്ച കുരുന്നുകൾ കയ്യിൽ പ്ലക്കാർഡുകളുമായി നടന്നുവരുന്ന കാഴ്ച മനോഹരമായിരുന്നു. പ്രധാന അധ്യാപിക സജിത PB സ്വാഗതം പറഞ്ഞു. ജൂജി ടീച്ചർ കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ VP ലീല, PTA ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെ ചുമരിൽ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടും വിദ്യാർത്ഥികളും ചേർന്ന് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രം വരച്ചു. ഛായാചിത്രത്തിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് CD പരമേശ്വരൻ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ സന്തോഷ് ടീമട്ടി, ഹെഡ്മാസ്റ്റർ ആൻഡോസി കാക്കശ്ശേരി, OSA പ്രസിഡന്റ് സജീഷ് ചന്ദ്രൻ, ലാൽ ബാബു മാസ്റ്റർ, ജോൺസൺ നമ്പഴിക്കാട് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ ശിശുദിന റാലിക്ക് സ്വീകരണം നൽകി. അണ്ടത്തോട് 3-ാം നമ്പർ അങ്കണവാടിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ റാലിയാണ് മധുരം നൽകി സ്വീകരിച്ചത്. അങ്കണവാടിയിലെ 30ഓളം വരുന്ന കുട്ടികൾക്ക് പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ജനറൽ സെക്രട്ടറി ഷാഹു കിഴക്കൂട്ട് മൊമന്റോ നൽകി. വാർഡ് മെമ്പർ PS അലി അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി അധ്യാപിക സിന്ധു, ഗീത, AK മൊയ്തുണ്ണി, PM ബാദുഷ, സക്കീർ ഹുസൈൻ, PM നസീർ, സിദ്ദിഖ് അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിയൂർ CM UP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്റ്റെനി K സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിന്റെ വിവിധ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ ശിശുദിന റാലി വർണ്ണാഭമായി. കുട്ടികൾ ചാച്ചാജിയുടെ വേഷമണിഞ്ഞാണ് എത്തിയത്. പ്രസംഗ മത്സരം, ശിശുദിന ഗാനം, കിസ്, തൊപ്പി നിർമ്മാണം, റോസാപ്പൂ നിർമ്മാണം, കളറിംഗ് മത്സരം തുടങ്ങി കുട്ടികളുടെ നിരവധി കലാപരിപാടികളും ശിശുദിനത്തിന്റെ ഭാഗമായി ഉണ്ടായി. കിഡ്സ് ഫെസ്റ്റിവൽ, ഫാഷൻ ഷോ, ആക്ഷൻ സോങ് തുടങ്ങിയ പരിപാടികളും ആകർഷകമായിരുന്നു. പായസ വിതരണവും നടത്തി. അധ്യാപകരായ സരി, രേഖ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്ത് 85-ാം നമ്പർ അങ്കണവാടിയിൽ ശിശുദിനത്തിന്റെ ഭാഗമായി റാലി നടത്തി. വെള്ളാറ്റഞ്ഞൂർ പോസ്റ്റ് ഓഫീസ് മുതൽ കരുവാൻപടി വരെയാണ് റാലി നടത്തിയത്. തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായി. അങ്കണവാടി വർക്കർ ഷീല, ഹെൽപ്പർ സിന്ധു, കമ്മിറ്റി അംഗങ്ങളായ KG ശശിധരൻ, അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു ജയന്തി ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. KT ജോയ്, KN പ്രകാശൻ, ബാബു കണനായ്ക്കൽ, EP പ്രകാശൻ, വിൻസെന്റ് ആലപ്പാട്ട്, PB മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമസ്കാരം, ഞാൻ ആത്മിക ലിയോൺ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. വാർത്തയിലേക്ക്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന ദർശനത്തോടെ കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും ആഘോഷിക്കുകയാണ്. കുട്ടികളെ പറ്റിയും യുവജനങ്ങളെ പറ്റിയും നല്ല ഉൾക്കാഴ്ചയുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. 1889 മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, ഇന്ത്യയെ കെട്ടുറപ്പോടെ പണിതുയർത്തിയ ആധുനിക ഭാരതത്തിന്റെ ശില്പിയുമായിരുന്നു. വിഭജനം സൃഷ്ടിച്ച മുറിവുകളും വർഗീയ കലാപങ്ങളും പകർച്ചവ്യാധികളും നിലനിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു നെഹ്റു ആധുനിക ഇന്ത്യയെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നവഭാരത ശില്പി എന്ന് വിളിക്കുന്നതും ആദരിക്കുന്നതും. രാഷ്ട്രീയക്കാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, വാഗ്മി, എഴുത്തുകാരൻ എന്നിങ്ങനെ പല രംഗത്തും തിളങ്ങിയ ലോകത്തിലെ വളരെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം. വികസന കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചവത്സര പദ്ധതികളായിരുന്നു. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യകൾ, കാർഷിക മേഖല, ജലസേചനം മുതലായ മേഖലകളിൽ ശ്രദ്ധ ചെലുത്തിയാണ് നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയത്. കാർഷിക വികസനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. വ്യാവസായിക മേഖലകളിൽ ഒരു പുത്തൻ ഉണർവ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭൂരിഭാഗം വരുന്ന പട്ടിണി പാവങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കപ്പെടാത്ത കാലത്തോളം രാജ്യം നിരർത്ഥകമായിരിക്കുമെന്ന് നെഹ്റു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ കൃഷിയുടെയും വ്യവസായങ്ങളുടെയും മുന്നേറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു. വിശപ്പ് എന്ന പ്രശ്നം ശാസ്ത്രത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ. ദാരിദ്ര്യവും അറിവില്ലായ്മയും അനാരോഗ്യവും ഉന്മൂലനം ചെയ്യുന്നതിനും
രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഉപയോഗപ്പെടുത്തണമെന്ന് നെഹ്റു വാദിച്ചു. എന്റെ അസ്ഥികൾ ഇന്ത്യയിലെ നദികളിൽ ഗംഗയിലും യമുനയിലും ഒഴുക്കുക, മുകളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വിതറുക. അങ്ങനെ ഈ മഹത്തായ മണ്ണിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം എഴുതിയത് ഇന്ത്യൻ മണ്ണിനോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു. ആ പ്രതിഭയുടെ സ്മരണയ്ക്ക് മുന്നിൽ 1000 കൂപ്പുകൈ. CCTV ന്യൂസ് ഡെസ്കിനൊപ്പം ആത്മിക ലിയോൺ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ. രാജ്യത്തെ ഓരോ കുട്ടികൾക്കും സുവ്യക്തമായ അവകാശങ്ങളുണ്ട്. ഓരോ കുട്ടിക്കും ജീവിക്കാനുള്ള മൗലികാവകാശമുണ്ട്. കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്തവും സംസ്ഥാനത്തിനാണ്. വിവേചനരഹിതമായ എല്ലാ അവകാശങ്ങളും കുട്ടിക്ക് ബാധകമായിരിക്കും. ഏത് തരത്തിലുള്ള വിവേചനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക എന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. മക്കളെ വളർത്തുന്നതിന്റെ ആദ്യ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ്. വിനോദം, കായികം, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അത്തരമൊരു അന്തരീക്ഷം കുട്ടിക്ക് ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. സമൂഹത്തിലെ അനാഥരായ കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കാനും അവകാശമുണ്ട്. CCTV ന്യൂസ് ഡെസ്കിനൊപ്പം മെർലിൻ ടോണി, പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂൾ. നമസ്കാരം, ഞാൻ ആൻഡ്രോസ് ജൂഡിറ്റ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എന്റെ വിദ്യാലയത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. പാഠ്യേതര രംഗത്ത് മികവിന്റെ ഉയരങ്ങൾ താണ്ടുകയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ. 1909 സ്ഥാപിതമായ ഈ സ്കൂൾ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്ഥാപനമെന്ന ഖ്യാതി നിലനിർത്തുന്നതോടൊപ്പം പാഠ്യേതര രംഗങ്ങളിലും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നുണ്ട്. 3000-ഓളം കുട്ടികൾ എല്ലാ വർഷവും ഇവിടെ അധ്യയനം നടത്തുകയും 600-ഓളം കുട്ടികളെ SLC പരീക്ഷയ്ക്ക് ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പഠന നിലവാരം ഉയർത്തുന്നതിന് മലയാള തിളക്കം, നവപ്രഭ, ശ്രദ്ധ ഹായ്, കുട്ടിക്കൂട്ടം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ വിജയകരമായി നടത്തിവരുന്നു. കലാപരമായും കായികപരമായും ഇവർ ഒട്ടും പിന്നിലല്ല. കായിക രംഗത്ത് നിരവധി ദേശീയ, സംസ്ഥാന താരങ്ങളെ സൃഷ്ടിക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഇന്നും ഈ വിദ്യാലയത്തിന്റെ കുതിപ്പ് പ്രശംസ പിടിച്ചുപറ്റുന്നതാണ്. ശുചിത്വ മിഷന്റെ കീഴിലുള്ള ജലഗുണ നിലവാര ലാബിൽ നിന്നുള്ള എല്ലാ കിറ്റുകളും ഉപയോഗിച്ച് പഞ്ചായത്തിലെ ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്ന ബഹുമതി ലഭിച്ചത് ഈ വിദ്യാലയത്തിനാണ്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ കുട്ടികളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സുസ്ഥിര സേവനമാണ് വിദ്യാലയത്തിന്റെ നേട്ടങ്ങളുടെയെല്ലാം പുറകിലുള്ളത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ് എരുമപ്പെട്ടി സ്കൂൾ. എന്നാൽ കലാകായിക മേഖലകളിൽ കേരളത്തിലെ തന്നെ മുൻപന്തിയിലുള്ള സ്കൂൾ തന്നെയാണ് എരുമപ്പെട്ടി സ്കൂൾ. ഒരു സ്പോർട്സ് സ്കൂൾ അല്ലാതിരുന്നിട്ട് കൂടി ദേശീയ തലത്തിൽ വരെ എരുമപ്പെട്ടി സ്കൂളിലെ കുട്ടികൾ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നമുക്ക് സ്വർണ്ണ മെഡലുകളും കിട്ടിയിട്ടുണ്ട്. റസലിംഗ്, ജൂഡോ, ഇതിലൊക്കെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ സ്വർണ്ണ മെഡലിന് അർഹരായിട്ടുണ്ട്. കോലുകളിയിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി കോലുകളിയുടെ ജേതാക്കളാണ് എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അത് മാത്രമല്ല, ശാസ്ത്രമേളകളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി പരിചയമേളകളിലും ഒക്കെ തന്നെ തിളങ്ങുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എരുമപ്പെട്ടിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. CCTV ന്യൂസ് ഡെസ്കിനോടൊപ്പം ആൻഡ്രോസ് ജൂഡിറ്റ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ശിശുദിനത്തിൽ CCTVയിലെത്തി വാർത്തകൾ വായിച്ച പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിലെ മെർലിൻ ടോണി, മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ ആത്മിക ലിയോൺ, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൻഡ്രോസ് ജൂഡിത്ത് എന്നീ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് നന്ദിയും ഒപ്പം ഭാവുകങ്ങളും നേരുന്നു. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം വടുതല വട്ടംപാടത്ത് വീടിന് മുൻപിൽ നിർത്തിയിട്ട ബൈക്ക് അഗ്നിക്കിരയായ സംഭവത്തിൽ വഴിത്തിരിവ്.
അജ്ഞാതൻ വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെയാണ് കഴിഞ്ഞ 9-ാം തീയതി രാത്രി 1 മണിയോടെയുണ്ടായ സംഭവത്തിൽ വീട്ടുകാർക്ക് സംശയം ഉടലെടുത്തത്. വട്ടമ്പാടം സ്വദേശി ബീരാവുവിന്റെ വീടിന് മുൻവശത്ത് നിർത്തിയിട്ട ബൈക്കാണ് കത്തിയത്. ഉറക്കത്തിനിടെ ജനലിലൂടെ വെളിച്ചം കണ്ടതോടെ വീട്ടുകാർ നോക്കിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത്. തുടർന്ന് വെള്ളമൊഴിച്ച് തീകെടുത്തി. ആദ്യം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇവർ കരുതിയിരുന്നത്. സംശയം തോന്നി CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് അജ്ഞാതനായ വ്യക്തി വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഇതോടെ സംഭവത്തിൽ വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടക്കമായി. ശ്രീകൃഷ്ണ കോളേജ് ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കാൽപന്ത് കളി ആവേശത്തിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈൻ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർ ശ്രീകൃഷ്ണകുമാർ, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ, അധ്യാപകൻ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, യൂണിയൻ ജനറൽ സെക്രട്ടറി മന്യ എന്നിവർ സംസാരിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ കോളേജുകളിൽ നിന്നായി ശ്രീകൃഷ്ണ കോളേജിന് പുറമെ ദേവഗിരി സെന്റ് ജോസഫ് കോളേജ്, പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ, മമ്പാട് MES ശ്രീ കേരളവർമ്മ, അത്താണിക്കൽ MIC മുക്കം മാമെ, വളാഞ്ചേരി MES, വടക്കാഞ്ചേരി വ്യാസ, പടിഞ്ഞാറങ്ങാടി മൈനോറിറ്റി, ഫാറൂഖ്, കാലിക്കറ്റ് ZGC, ഷൊർണൂർ SN, കൊടകര സൌഹൃദയ, പെരിന്തൽമണ്ണ ISS കോളേജ് എന്നീ കലാലയങ്ങളാണ് ഇന്റർസോൺ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. രാവിലെ 7, 9, ഉച്ചതിരിഞ്ഞ് 2, 4 എന്നീ സമയങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. 19 വൈകിട്ട് 3 ഫൈനൽ മത്സരം നടക്കും. വ്യാഴാഴ്ച രാവിലെ നടന്ന ആദ്യ മത്സരത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ ആതിഥേയരായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മമ്പാട് MES കോളേജിനെ 1-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ തൃശൂർ കേരളവർമ്മ കോളേജ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അത്താണിക്കൽ MIC കോളേജിനെ പരാജയപ്പെടുത്തി. CCTV ന്യൂസ്, കേച്ചേരി. വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ ഒരുമനയൂരിലെ കുടുംബങ്ങളെ BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവർ സന്ദർശിച്ചു. നോട്ടീസ് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങളിൽ പിന്തുണയും സംഘം അറിയിച്ചു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, ജനറൽ സെക്രട്ടറിമാരായ പ്രതീഷ് അയിനപ്പുള്ളി, ബൂഷി ചാണാശ്ശേരി, വൈസ് പ്രസിഡന്റുമാരായ വേലായുധകുമാർ, സിന്ധു അശോകൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജനി സുരേഷ്, നേതാക്കളായ വിനീത് മുത്തമാവ്, ഗണേഷ് ശിവജി, ഷനിൽ ഒറ്റത്തെങ്ങ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അയ്യന്തോൾ പൽപ്പു ഹേമ മാലിനി വക വിളക്കാഘോഷിച്ചു. വിശേഷാൽ കാഴ്ച ശീവേലിയും ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. വിളക്കാഘോഷങ്ങളുടെ 5-ാം ദിവസമായ വെള്ളിയാഴ്ച പോസ്റ്റൽ വിളക്കാഘോഷമാണ്. പൂർണ്ണമായും നെയ്വിളക്കാണ് കത്തിക്കുക. ക്ഷേത്രത്തിൽ ഉച്ചതിരിഞ്ഞ് കാഴ്ച ശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറും. സന്ധ്യയ്ക്ക് തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറും. രാത്രി 8:30 ഭക്തിഗാനമേളയും ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,10,07,365 രൂപയും 2 കിലോ 461 ഗ്രാം സ്വർണവും 16 കിലോ 470 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 52ഉം നിരോധിച്ച 1,000 രൂപയുടെ 11ഉം 500ന്റെ 43 കറൻസിയും ലഭിച്ചു. കനറ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേ നടയിലെ ഈ ഭണ്ഡാരം വഴി 2,74,066 രൂപയും പടിഞ്ഞാറേ നടയിലെ ഈ ഭണ്ഡാരം വഴി 51,103 രൂപയും ലഭിച്ചു. പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി ഇഴയുന്നു. പാലം പണിയുന്ന ഭാഗത്തെ വെള്ളക്കെട്ടാണ് തിരിച്ചടിയാകുന്നത്. മേഖലയിലെ കോൾപ്പാടങ്ങളിൽ നിന്നെല്ലാം പമ്പിംഗ് തുടങ്ങിയതോടെ 100 അടി തോട് നിറഞ്ഞ നിലയിലാണ്. പാലത്തിന്റെ 6 കോൺക്രീറ്റ് ബീമുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 3 ബീമുകളുടെ മുകളിലേക്കുള്ള നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. ബാക്കിയുള്ള 3 ബീമുകളുടെ മുകളിലേക്കുള്ള സ്ലാബ് നിർമ്മാണവും മറ്റുമാണ് പൂർത്തിയാകാനുള്ളത്. ഇതോടൊപ്പം അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം, ബണ്ട് വരവുകളുടെ ബലപ്പെടുത്തൽ എന്നിവയും ചെയ്യേണ്ടതുണ്ട്. 100 അടി തോട്ടിലെ വെള്ളം കുറയുന്ന മുറയ്ക്ക് നിർമ്മാണം ഊർജിതമാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. കാട്ടകാമ്പാൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽ കടവ് പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പലതവണ പാതി വഴിയിൽ നിലച്ച പാലം പണി ഇത്തവണയെങ്കിലും പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘം BMS ഗുരുവായൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ നടന്ന സത്യാഗ്രഹ സമരം BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ രാഷ്ട്രീയക്കാരുടെ കുഴലൂത്തുകാരാവരുതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KST എംപ്ലോയീസ് സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സത്യപാൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PK അനിൽകുമാർ, V ലേഖ, KK പ്രമോദ്, TV ഷാജു, പ്രദീപ് രാജൻ, KG നർമദ് എന്നിവർ സംസാരിച്ചു. ശമ്പളം കൃത്യമായി നൽകുക, റൂട്ടുകൾ സംരക്ഷിക്കുക, കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോവുക, ജീവനക്കാരുടെ പ്രമോഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം നടത്തിയത്. എരുമപ്പെട്ടി മുണ്ടൻകോട് വൃദ്ധ സഹോദരിമാർ താമസിക്കുന്ന വീട് തകർന്നു വീണു. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ കാരപ്പറമ്പിൽ 76 വയസ്സുള്ള കാളിക്കുട്ടി, സഹോദരി 60 വയസ്സുള്ള വത്സല എന്നിവർ താമസിക്കുന്ന ഓടിട്ട വീടാണ് തകർന്നത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കാലവർഷക്കെടുതികളിലും തുടർച്ചയായി പെയ്ത മഴയിലും വീടിന്റെ ചുമരുകൾ നനഞ്ഞു കുതിർന്ന വിണ്ടുപൊട്ടിയ അവസ്ഥയിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. അപകടമുണ്ടായ സമയം സഹോദരിമാർ വീടിന്റെ അടുക്കള ഭാഗത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് മെമ്പർ NP അജയനും വില്ലേജ് അധികൃതരും വീട് സന്ദർശിച്ചു. കടപ്പുറം പഞ്ചായത്ത് അഴിമുഖം 9-ാം വാർഡിൽ പകർച്ചവ്യാധിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഴിമുഖം 1-ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ ഷമീറ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് പനി വ്യാപകമായി പകരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം ഒരുക്കിയത്. ഡോക്ടർ ഫ്രാൻസിസ് ജിമ്മി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിന് ആശാ വർക്കർ സർബീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഘു, ബിനോയ്, പ്രദീപ്, ഫെമി, മുൻ ആശാ വർക്കർ പരിമള ബാബു, അംഗൻവാടി അധ്യാപിക ഉഷാകുമാരി, ഹെൽപ്പർ പ്രീതി, പൊതുപ്രവർത്തകൻ CB ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻ പള്ളിയിൽ സഭാജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 1-ാമൻ മലങ്കര മെത്രാപ്പോലിത്തയുടെ 208-ാം ഓർമ്മ പെരുന്നാളിന്റെ കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ TC ജേക്കബ് കൊടിയേറ്റം നിർവഹിച്ചു. കൈസ്ഥാനി CJ വർഗീസ്, സെക്രട്ടറി PC റെജി എന്നിവർ നേതൃത്വം നൽകി. നവംബർ 24, 25 തീയതികളിൽ നടക്കുന്ന ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം കൊടുക്കുന്ന പാചക തൊഴിലാളികളുടെ തുച്ഛമായ വേതനത്തിനും സർക്കാർ കടം പറയുന്നു. 2 മാസമായി ഇവർക്ക് വേതനം ലഭിച്ചിട്ടില്ല. പണിയെടുത്ത പണം കിട്ടാൻ സമരം ചെയ്യണമെന്ന ഗതികേടിലാണ് തൊഴിലാളികൾ. പുനേർകുളം ബ്യൂറോ പ്രതിനിധി PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 വർഷമായി പാചക തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിലെ അലസത തുടങ്ങിയിട്ട് 2 മാസമെങ്കിലും വൈകിയേ ഇവർക്ക് പണം ലഭിക്കുന്നുള്ളൂ. ഈ അധ്യയന വർഷം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലെ വേതനം 2 തവണയായി സെപ്റ്റംബറിലാണ് നൽകിയത്. കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് 3000 രൂപ പിടിക്കുകയും ചെയ്തു. ഈ തുക പിന്നീട് തിരിച്ചു നൽകി. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നൽകേണ്ട അവധിക്കാല സമാശ്വാസ തുകയായ 4000 രൂപ ജൂണിലാണ് നൽകിയത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ വേതനം ലഭിച്ചിട്ടുമില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറയുന്നു. സാധാരണ കുടുംബത്തിലുള്ളവരാണ് പാചക തൊഴിലാളികളിൽ അധികവും. 500 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരാളെ മാത്രമാണ് നിയമിക്കുന്നത്. ദിവസം 600 രൂപയാണ് ഇവരുടെ വേതനം. ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തനിച്ച് കഴിയാത്തവർ സഹായിയെ കണ്ടെത്തുന്നു. കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഇവർ സഹായികൾക്ക് വിഹിതം നൽകണം. സഹായിക്ക് ശമ്പളം കിട്ടിയില്ല എന്നത് പ്രശ്നമില്ല. അവർക്ക് അവരുടെ വിഹിതം അതാതു മാസം കൊടുക്കുകയും വേണം. തൊഴിലാളികൾക്ക് ഇത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് ജീവിത ചെലവ് വരെ കണ്ടെത്തുന്നത്. രാവിലെ പാചകം തുടങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പിയാൽ പാത്രം കഴുകി വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള പ്രവൃത്തികളും ചെയ്യേണ്ടതുണ്ട്. തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും 250 കുട്ടികൾക്ക് ഒരു പാചകക്കാരി എന്ന അനുപാതം നടപ്പാക്കണമെന്നും ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായിട്ടില്ല. അധികൃതർ കണ്ണു തുറന്ന് പാചക തൊഴിലാളികളുടെ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ. CCTV ന്യൂസ്, പുന്നേർകുളം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഗീവർഗീസ് മാർ സ്തെഫാനോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ബുധനാഴ്ച വൈകിട്ട് പടിഞ്ഞാറ്റുമുറി കുരിശുപള്ളിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണം, സന്ധ്യാ നമസ്കാരം, ആശീർവാദം എന്നിവയുണ്ടായി. വ്യാഴാഴ്ച രാവിലെ 8-ന് മൂന്നിന്മേൽ കുർബാന ഫാദർ യാക്കോബ് നെടുവേലി പുത്തൻപുരയിൽ കോർ എപ്പിസ്കോപ്പ, ഫാദർ ജോണി ചുങ്കത്ത് എന്നീ വൈദികർ സഹകാർമ്മികരായി. മോർ ഒസ്താത്തിയോസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിച്ചു. 12 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പഴയ പള്ളിയെ വണങ്ങി ഗജവീരന്മാർ മടങ്ങിയതോടെ 5:30-ന് ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യ നടന്നു. പെരുന്നാളിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T. രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ബുധനാഴ്ച വൈകിട്ട് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണവും ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ 8:30-ന് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ കുർബാന അർപ്പിച്ചു. അവാർഡ് ദാനം, പ്രദക്ഷിണം, നേർച്ച സദ്യയും ഉണ്ടായി. ട്രസ്റ്റി ഗോഡ്സൺ C. സക്കറിയ, സെക്രട്ടറി റോഷ് T. താവു എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചുമട്ടുതൊഴിലാളി മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി പാർക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കന്മാരായ KC ബാബു, TC ദേവസി, ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ, ജില്ലാ സെക്രട്ടറി ഗീവർ, DCC സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, K. ജയശങ്കർ, ഷറഫു പന്നിത്തടം, സജീഷ് വിജയൻ എന്നിവർ സംസാരിച്ചു. ലോക പ്രമേഹ ദിനം, ശിശുദിനം എന്നീ ദിനാചരണങ്ങളുടെ ഭാഗമായി കുന്നംകുളത്ത് സൗജന്യ യോഗ പരിശീലനം സംഘടിപ്പിക്കുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിൽ കുന്നംകുളം വ്യാപാര ഭവനിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെയും 7 മണി മുതൽ 8 മണി വരെയുമാണ് യോഗ ക്ലാസുകൾ നടത്തുന്നത്. ശിശുദിനത്തോടനുബന്ധിച്ച് നവംബർ 16 മുതൽ 2025 ഫെബ്രുവരി 25 വരെ ശനിയാഴ്ചകളിൽ രാവിലെ 7 മണി മുതൽ 8:30 വരെ 15 വയസ്സിനുള്ളിൽ പ്രായമുള്ള കുട്ടികൾക്കും യോഗ പരിശീലനം സൗജന്യമായി പരിശീലിപ്പിച്ച് നൽകുന്നുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 11 വരെ കുന്നംകുളം വ്യാപാര ഭവനിൽ വീട്ടമ്മമാർക്ക് അഷ്ടാംഗ യോഗ ടീച്ചർ ട്രെയിനിംഗ് നൽകി വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 99 47 57 18 43 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം IT ലാബ് ആരംഭിച്ചു. കണ്ണാണിശ്ശേരി പഞ്ചായത്ത് അംഗം TO ജോയ് IT ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് CD പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് T. ഇമ്മട്ടി, പ്രധാന അധ്യാപകൻ ആൻഡോ C. കാക്കശ്ശേരി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സജീഷ് ചന്ദ്രൻ, അധ്യാപകരായ സെബി തോമസ്, സഞ്ജു തോമസ്, ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ ക്രിസ്റ്റി ജോസഫ് ആളൂർ, ഫെബി പീറ്റർ എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUC ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC തൃശൂർ ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് CV തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക, ചുമട്ടുതൊഴിലാളി കൂലി നിരക്ക് വർദ്ധിപ്പിക്കുക, ESI പദ്ധതിയിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. യൂണിയൻ നേതാക്കളായ VS സലീഷ്, TP ഷൌക്കത്ത്, KM അലിമോൻ, MK നൌഷാദ്, KS ലിജീഷ്, TK രവി, ജാഫർ എടക്കര, ജംഷീർ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഭരണസമിതിയിൽ പ്രാതിനിധ്യം. 5 സീറ്റുകളിൽ മത്സരിച്ച BJP 2 സീറ്റിൽ വിജയിച്ചു. ജനറൽ വിഭാഗത്തിൽ KK പ്രകാശൻ, വനിതാ വിഭാഗത്തിൽ ട്വിങ്കിൾ എന്നിവരാണ് വിജയിച്ചത്. വിജയികളെ BJP നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് ഐനൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു പട്ടിത്തടം, തോംസൺ ഐനൂർ, സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി. ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. ആദ്യമായാണ് BJP പഴഞ്ഞി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് മത്സരിക്കുന്നത്. വേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വാരാഘോഷം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഹെഡ് ഓഫീസിൽ സഹകരണ പതാക ഉയർത്തി. സെക്രട്ടറി MD ജോസഫ് സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സണ്ണി പുലിക്കോട്ടിൽ, സണ്ണി വടക്കൻ, സജീഷ് വിജയൻ, രവി വട്ടംപറമ്പിൽ, ഷൈനി ഫ്രാൻസിസ്, പ്രേമ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിലെ ജീവനക്കാർ, സഹകാരികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സഹകരണ വാരാഘോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ സംസാരിച്ചു.
കുന്നംകുളം നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടത്തിയ ഗ്രേഡിംഗിൽ അർഹത നേടിയ വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ എന്നിവരെ ആദരിക്കുന്ന ഹരിത പ്രഖ്യാപനവും മാലിന്യ സംസ്കരണ രംഗത്ത് ജൂലൈ 24 മുതൽ 100% യൂസർ ഫീ നേടിയ വാർഡുകൾക്കുള്ള സ്വച്ഛ് അവാർഡ്, മാലിന്യ സംസ്കരണ രംഗത്ത് തനതായ സംഭാവനകൾ നൽകിയവർക്കുള്ള സ്വച്ഛ് ചാമ്പ്യൻ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം പ്രതിജ്ഞയോടെ ആരംഭിച്ച യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ഹരിത പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 25ഓളം സ്ഥാപനങ്ങൾ, 10ഓളം വിദ്യാലയങ്ങൾ, 90ഓളം അയൽക്കൂട്ടങ്ങൾ, ഹരിത കലാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവയ്ക്ക് ഹരിത പദവി നൽകി ആദരിച്ചു. സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി നഗരസഭയിൽ ജൂലൈ മാസം മുതൽ 100% യൂസർ ഫീ കളക്ഷൻ നേട്ടം കൈവരിച്ച വാർഡുകളിലെ കൌൺസിലർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു. സ്വച്ഛ് ചാമ്പ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിത ചകിരി ഡി ഫൈബറിംഗ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സാക്ഷ്യപത്രവും ഉപഹാരമായി പ്ലാവിൻ തൈകളും നഗരസഭാ ചെയർപേഴ്സൺ വിതരണം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, PK ഷെബീർ, കൌൺസിലർമാരായ മിനി മോൻസി, സുജീഷ്, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിത സ്കൂൾ, ഓഫീസ്, അയൽക്കൂട്ട പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ സ്വാഗതവും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. മുണ്ടത്തിക്കോട് നിവാസികൾക്ക് ഇനി ഉത്സവ നാളുകൾ. വൃശ്ചികം 1 പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കോമരം വാസുദേവന്റെ 56ാമത് കലശാഭിഷേകവും നിർമ്മാണ പ്രവർത്തനത്തിനായി ഗണപതിയെ ബാലാലയത്തിലേക്ക് മാറ്റലും നടക്കും. 41 ദിവസം വൈകിട്ട് നിറമാല, തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ബ്രാഹ്മണിപ്പാട്ട് എന്നിവയും നടക്കും. നവംബർ 18 മുതൽ 21 വരെ NSS ഹയർ സെക്കൻഡറി സ്കൂൾ, DVLP സ്കൂൾ, ക്ഷേത്ര മൈതാനം എന്നിവിടങ്ങളിലായി 10 വേദികളിലായി വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം അരങ്ങ് തകർക്കും. 4 ദിനങ്ങളിലായി 6000ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. 20-ാം തീയതി കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്കിന്റെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും പാതിരിക്കോട്ടുകാവിൽ നിന്നാണ്. എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുമ്പോൾ മുണ്ടത്തിക്കോട്ടുകാർ ആവേശത്തിമിർപ്പിലാണ്. 71ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ പതാക ദിനം ആചരിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ പതാക ഉയർത്തി. ബാങ്ക് ഭരണസമിതി അംഗം V ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. KM നയനൻ സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭരണസമിതി അംഗങ്ങൾ, ബാങ്ക് ജീവനക്കാർ, സഹകാരി സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി PS പ്രസാദ് സ്വാഗതവും ബാങ്ക് ഭരണസമിതി അംഗം V പരമേശ്വരൻ നായർ നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർ MN നിർമ്മല, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ജിഷ സ്വാഗതവും സീനിയർ അധ്യാപിക പാർവതി നന്ദിയും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി പോഷകാഹാരമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. SSLC ബാച്ചുകൾ വേർതിരിഞ്ഞ് അവരവരുടെ വാർഷികാഘോഷങ്ങൾ കെങ്കേമമാക്കുക എന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ച വേറിട്ട പാത തീർത്തിരിക്കുകയാണ് അന്തിക്കാട് ഹൈസ്കൂളിലെ SSLC 83 ബാച്ചിലെ വിദ്യാർത്ഥികൾ. നിലവിൽ വീട്ടമ്മമാരായ അന്നത്തെ വിദ്യാർത്ഥിനികൾ ബാച്ചുകളുടെ വേലിമറ എടുത്തുമാറ്റി പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയാണ്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സൌഹൃദ കൂട്ടായ്മയ്ക്കാണ് ഇവർ രൂപം നൽകാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഓരോ വീടുകളിൽ ഒത്തുകൂടി ആടിയും പാടിയും സൌഹൃദം ആഘോഷിക്കുകയാണ്. തിരുവാതിരക്കളിയും സിനിമാറ്റിക് ഡാൻസും ഒപ്പനയുമെല്ലാമായി ഇവർ ഒത്തുകൂടുമ്പോഴെല്ലാം ആഘോഷമാണ്. ഇത്തരം വിനോദങ്ങൾക്ക് ടീം ഒരുക്കുമ്പോഴും ഇവരുടെ കുടുംബങ്ങളിൽപ്പെട്ടതും എന്നാൽ ബാച്ചുകൾക്ക് പുറത്തുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് ടീം ലീഡർ K ഭാനുമതി പറഞ്ഞു. അന്നത്തെ ദിവസത്തിന്റെ ഒരു അതിൽ പങ്കെടുക്കുക, ഓരോ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതും ഒത്തുകൂടുക എന്നുള്ളതിന്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. അകലെയുള്ളവരും ഞങ്ങളുടെ ഗ്രൂപ്പിനും പുറത്തുള്ള ആൾക്കാരും ഇതിലുണ്ട്. പിന്നെ ഒരുപാട് തളിക്കുളത്തു നിന്നാണ് ഒരാൾ വരുന്നത്. പിന്നെ മുറ്റിച്ചൂര്, തളിക്കുളം, അങ്ങനെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നിട്ടാണ് ഞങ്ങളിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. UV ഷീബ, KV രമണി, KN പ്രീത, KN പ്രമീള, K ശാരി, ND ഷാജി, സ്റ്റെല്ല ആന്റണി എന്നിവരടങ്ങിയ 8-അംഗ സംഘമാണ് ആഘോഷങ്ങൾക്ക് നിറം പകരുന്നത്.
സിസ്റ്റീവി ന്യൂസ്, കേച്ചേരി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പഞ്ചായത്ത് ഇ.കെ. നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. ധനൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, പി.കെ. അസീസ്, എ.എ. കൃഷ്ണൻ, ടി.ഒ. ജോയ്, ശരത് രാമനുണ്ണി, രമ ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡോ, ചൊവ്വന്നൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ കെ.എ. സൈഫുദ്ദീൻ, പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. നവംബർ 23 മുതൽ 30 വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് 15 വയസ്സു മുതൽ 40 വയസ്സുവരെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലാകായിക മത്സരങ്ങൾ അരങ്ങേറും. അത്യാധുനിക നേത്രപരിചരണ സാങ്കേതിക വിദ്യയും സേവനങ്ങളും പരിചയപ്പെടുത്തി ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഹോസ്പിറ്റൽസ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5000 ചതുരശ്ര അടി സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രിയിൽ കാഴ്ചവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങളും തിമിരം, റിഫ്രാക്റ്റീവ് പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള നൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രപരിപാലന ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ലഭ്യമാണ്. മോഡുലാർ HEPA ഫിൽട്ടറുകളുള്ള അത്യാധുനിക അണുബാധ നിയന്ത്രിത 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 3 കൺസൾട്ടേഷൻ മുറികൾ, 6 ഡയഗ്നോസ്റ്റിക് സ്റ്റേഷനുകൾ, ഹോംലി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ, മുറികൾ, വിശാലമായ ഒപ്റ്റിക്കൽ സ്റ്റോർ എന്നിവയും പുതിയ ആശുപത്രിയിലുണ്ട്. മാക്സി വിഷൻ കുന്നംകുളത്തേക്ക് വ്യാപിപ്പിക്കാനും ലോകോത്തര നേത്ര സംരക്ഷണ സേവനങ്ങൾ ഈ മേഖലയിൽ ലഭ്യമാക്കാനും സാധിച്ചതിൽ സന്തുഷ്ടരാണെന്ന് റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, ചെയർമാൻ ഡോക്ടർ GS.K. വേലു എന്നിവർ അറിയിച്ചു. തൃശ്ശൂരുള്ള അതേ എല്ലാ സംവിധാനവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാവുന്നത് നമ്മളിവിടെ ഒരു ലാമിനാർ OT എന്ന് പറയും. അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെറൈലായിട്ട് ഒട്ടും അണുബാധിത ഇല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള സംവിധാനമാണ്. അതിനാണ് ലാമിനാർ OT എന്ന് പറയുന്നത്. അത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയാനുള്ള ഒരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നാടിന് തണലൊരുക്കാൻ ഒരുമിച്ചിറങ്ങാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നവംബർ 16 ശനിയാഴ്ച തണൽ കുടുംബ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ തണൽ ചെയർമാൻ ഡോക്ടർ വി. ഇന്ദ്രിസ് ആമുഖ പ്രഭാഷണം നടത്തും. പൊതുജനാരോഗ്യത്തിൽ കമ്മ്യൂണിറ്റി ഇടപെടലിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഫാമിലി ആൻഡ് സ്റ്റുഡൻസ് കൌൺസിലർ ബൈജു ആയിടത്തിൽ ക്ലാസ് എടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NMK നബിൽ, TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ തണൽ ഭാരവാഹികളായ NMK നബിൽ, KV അബ്ദു, M ഷംസുദ്ദീൻ, K ലത്തീഫ് മാസ്റ്റർ, ഷാലിമാർ മുഹമ്മദ് അലി, സക്കരിയ കുന്നച്ചാം വീട്ടിൽ, ജാഫർ സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം YWCAയുടെ ആഭിമുഖ്യത്തിൽ അഖില ലോക പ്രാർത്ഥനാ വാരാചരണം നടന്നു. ഡോക്ടർ സൂസൻ സ്വരൂപ് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. നവംബർ 10 മുതൽ 16 വരെയാണ് പ്രാർത്ഥനാ വാരാചരണം. വിപണി 2.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഓഷ്യൻ പോളിമർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങിൽ പുതിയ ഉൽപ്പന്നങ്ങളായ സൊട്ടേറിയ വാട്ടർ ടാങ്ക്, ഡ്രെയിൻ സേഫ് എന്നിവയുടെ ലോഞ്ചിംഗ് നടന്നു. ഇതിൻ്റെ ആവശ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പുതിയ നിയമപ്രകാരം സോളിഡ് വേസ്റ്റും ഓയിലും ഉള്ള വെള്ളം ഓടകളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഹോട്ടലുകൾ, അതുപോലെ കല്യാണ മണ്ഡപങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റും എണ്ണയും ഉണ്ടാവും. അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് വിടുന്നതായ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാനേജിംഗ് ഡയറക്ടർ ഫിലിപ്പ് മുളയ്ക്കൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് CD ജെയ്സൺ, ഓപ്പറേഷൻസ് വൈസ് പ്രസിഡന്റ് ഹരിലാൽ വാര്യർ, ഓപ്പറേഷൻസ് ഹെഡ് AK രമേശ്,
സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ BS സജി, മാർക്കറ്റിംഗ് ഹെഡ് സെബാസ്റ്റ്യൻ ലൂക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ അരിമ്പൂരിൽ ഓഷ്യൻ ബ്രാൻഡിൽ വാട്ടർ സ്റ്റോറേജ് ടാങ്കുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഓഷ്യൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തുടക്കം. ഇപ്പോൾ ഓഷ്യൻ പോളിമർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ പത്തനംതിട്ട, തൃശൂർ, അത്താണി എന്നിവിടങ്ങളിലായി 5 നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തൃശൂർ മുണ്ടൂരിൽ ഓഷ്യൻ പൈപ്സ്, തൃശൂർ അയ്യങ്കുന്നിൽ ഓഷ്യൻ പോളിമർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കണ്ണൂർ തളിപ്പറമ്പ് അമ്മാനംപാറയിൽ അക്വ റീഗൽ പ്രോഡക്ട്സ്, തൃശൂർ അത്താണിയിൽ ഷിയോൺ പോളിമേഴ്സ്, തമിഴ്നാട് സേലം ആറ്റൂരിൽ ഓഷ്യൻ സപ്ലൈ ആൻഡ് സ്റ്റോറേജ് സിസ്റ്റം, തൃശൂർ വെളപ്പായിൽ സൺഷൈൻ പൈപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയും ഓഷ്യൻ ഗ്രൂപ്പിന്റെ നിർമ്മാണ യൂണിറ്റുകളാണ്. തൃശൂർ വെളപ്പായിൽ കോർപ്പറേറ്റ് ഓഫീസും തമിഴ്നാട് ചെന്നൈയിലും തക്കലയിലും മാർക്കറ്റിംഗ് ഓഫീസും പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാട്ടർ സ്റ്റോറേജ് ടാങ്കുകൾ, സ്റ്റീൽ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്, PVC പൈപ്പ്, കോൺഡ്യുവറ്റ് പൈപ്സ്, ഇൻസുലേറ്റഡ് കണ്ടെയ്നേഴ്സ്, ഐസ് ബോക്സ്, റോഡ് ബാരിയർ, ട്രാഫിക് കോൺ, പെല്ലറ്റ്സ്, തടി പ്ലാസ്റ്റിക് മിശ്രിത വാതിൽ, ജനൽ കട്ടിളകൾ, ഗാർഡൻ ഹോസ് തുടങ്ങിയവയാണ് ഓഷ്യന്റെ മറ്റു പ്രധാന ഉൽപ്പന്നങ്ങൾ. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ചാലിശ്ശേരി ക്രിസ്ത്യൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് നടത്തി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ ഉദ്ഘാടനം ചെയ്തു. ADS മെമ്പർ സുമാ സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ക്രിസ്ത്യൻ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി PC ജോയ്, വാർഡ് മെമ്പർ ആനി വിനു എന്നിവർ സംസാരിച്ചു. സാന്ത്വന വളണ്ടിയർ നിനി മൈക്കിൾ പരിശോധനകൾ നയിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ജേക്കബ്, സെക്രട്ടറി PC ജോയ്, ട്രഷറർ CC ഷാജു എന്നിവർ നേതൃത്വം നൽകി. പരൂർ PMM തണലിന്റെ നേതൃത്വത്തിൽ ആടും കൂടും വിതരണം ആറ്റുപുറം KC ഹൌസിൽ നടന്നു. PMM പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. തണൽ വൈസ് പ്രസിഡന്റ് ബക്കർ തോട്ടേക്കാടൻ, എക്സിക്യൂട്ടീവ് അംഗം KC കമറു, PMM ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ, തണൽ കൺവീനർ അബു കുന്നത്ത്, ഷെരീഫ് പാണ്ടോത്തയിൽ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 3 കുടുംബങ്ങൾക്കുള്ള ആടും കൂടും കൈമാറി. മജീദ് പരൂർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,900 രൂപ, പവന് 55,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം തിപ്പലശ്ശേരി കോഞ്ഞാളത്ത വളപ്പിൽ പരേതനായ ഗോവിന്ദയുടെ മകൻ ജനാർദ്ദനൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശ്യാമളയാണ് ഭാര്യ. മഞ്ജു, അഞ്ജു എന്നിവർ മക്കളാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതി അബുദാബിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ജനാർദ്ദനൻ മരണമടഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 9 മണി വരെ തിപ്പലശ്ശേരിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ചെറുതുരുത്തിയിലേക്ക് കൊണ്ടുപോകും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റിയും കല്ലുംപുറം സെന്റ് ജോർജ് ഇടവക അംഗവുമായ ഫാദർ തോമസ് കുര്യന്റെ പിതാവ് കല്ലുംപുറം ചെറുവത്തൂർ പരേതനായ താവുണ്ണി മകൻ കുര്യപ്പൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ശാന്തഭാര്യയും ഫാദർ തോമസ് കുര്യൻ, ഷിജു കുര്യൻ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി കവുക്കോട് ഒരുമ കൂട്ടായ്മ ഓഫീസിന് സമീപം താമസിക്കുന്ന വിളക്കത്തല കേദാരത്തിൽ സത്യഭാമ നിര്യാതയായി. 74 വയസ്സായിരുന്നു. സേതുമാധവൻ മകനാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. പോർക്കുളം അഗതിയൂർ കോനേത്ത് ഗോപാലൻ നായർ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ശാന്തമ്മ ഭാര്യയും പരേതനായ മണികണ്ഠൻ, മനോജ് കുമാർ എന്നിവർ മക്കളുമാണ്. ചിറ്റിലപ്പള്ളി തെക്കേക്കര തരകൻ ദേവസി മകൻ പീറ്റർ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റിലപ്പള്ളി സെന്റ് റീത്താസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലൂസി ഭാര്യയും മിനു, മിഥുൻ, മിൽവിൻ എന്നിവർ മക്കളുമാണ്. അതിരൂപത സീനിയർ വൈദികനായ ഫാദർ ജോസ് തെക്കേക്കരയുടെ സഹോദരനാണ് പരേതൻ. കുന്നംകുളം പട്ടാമ്പി റോഡിൽ പരേതനായ കൊള്ളനൂർ മാത്തപ്പൻ ഭാര്യ ചിന്ന ടീച്ചർ നിര്യാതയായി. 89 വയസ്സായിരുന്നു. മരത്തംകോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂൾ അധ്യാപികയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. പരേതനായ
MC കൊള്ളന്നൂർ മകനും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷിജി മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിലെ ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരും പൊതുമരാമത്ത് അധികൃതരും തമ്മിൽ തർക്കവും സംഘർഷവും. ഹനുമാൻ പ്രതിഷ്ഠ നിലനിൽക്കുന്ന ഇടമാണെന്നും പ്രതിഷ്ഠ സംരക്ഷിച്ച് മാറ്റിവെക്കാതെ സെന്ററിലെ മരവും ആൽത്തറയും നീക്കാൻ അനുവദിക്കില്ലെന്നും BJP. പോലീസ് 5 പേരെ കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം വിപുലമായി ആഘോഷിച്ച് നാട്. വിവിധയിടങ്ങളിൽ നടന്നത് വർണ്ണാഭമായ ശിശുദിനാഘോഷ പരിപാടികൾ. CCTVയിൽ ശിശുദിന വാർത്തകൾ വായിച്ചത് വിദ്യാർത്ഥി പ്രതിനിധികൾ. വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ ഒരുമനയൂരിലെ കുടുംബങ്ങളെ BJP നേതാക്കൾ സന്ദർശിച്ചു. നോട്ടീസ് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങളിൽ പിന്തുണ നൽകുമെന്ന് BJP. വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം നൽകുന്ന പാചക തൊഴിലാളികളുടെ തുച്ഛമായ വേതനത്തിനും സർക്കാർ കടം പറയുന്നു. 2 മാസമായി ഇവർക്ക് വേതനം ലഭിച്ചിട്ടില്ല. പണിയെടുത്ത പണം കിട്ടാൻ സമരം ചെയ്യണമെന്ന ഗതികേടിൽ തൊഴിലാളികൾ. CCTV സ്പെഷ്യൽ സ്റ്റോറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.